അത് ഏതായാലും അത് കഴിയുമ്പോൾ പോകാനില്ലാത്തപ്പോൾ ഇവിടെ ഒന്ന് അന്വേഷിക്കും. അവിടെ സംഘാടകർ അവിടെ വെച്ചെങ്കിൽ 2 താക്കോൽ ഏതായാലും കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. പോകാൻ നേരത്ത് കണ്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ശരി, ഇങ്ങോട്ട് നോക്കി ബക്കറ്റ് ഇതിൻ്റെ ഇടയിൽ നടക്കും. എല്ലാവരും കാര്യമായ രീതിയിലൊന്ന് ബക്കറ്റിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടൊക്കെ നമ്മുടെ പള്ളിയിൽ ജുമയൊക്കെ ബക്കറ്റ് വരും ഉണ്ടായിരുന്നു. എത്ര പൈസ കിട്ടുമായിരുന്നു? ഇപ്പം അതിൻ്റെയൊക്കെ നേരെ പകുതിയുള്ളൂ അല്ല. ജുമയ്ക്ക് ബക്കറ്റ് വരും അടുത്ത് ഇല്ല. കാരണം ഒന്നാമത് ആരും ജുമയ്ക്ക് നേരത്തെ പള്ളി വരില്ല. പണ്ട് കാരണവന്മാർ നേരത്തെ പള്ളി വരും. ഒരു സദക്ക വെള്ളിയാഴ്ചക്ക് വേണ്ടി കരുതി വെക്കും. വാതിന് വരികയാണെങ്കിലും സദക്ക കരുതിക്കൊണ്ടേ വരുള്ളൂ. ആ പാരമ്പര്യമൊക്കെ പോയി ഇപ്പം ആരും പള്ളിയാഴ്ച പള്ളിയിൽ വരില്ല നേരത്തെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 10 മണിയാകുമ്പോൾ നമ്മുടെ പള്ളിയിൽ ഒരാളെ എങ്ങാനും കണ്ടാൽ, തൊപ്പിയിട്ട ഒരാളെ കണ്ടാൽ അപ്പോഴേ നമ്മൾ തീരുമാനിച്ചോണം ഇയാളാരാ, ഈ വെള്ളിയാഴ്ച പിരിവിന് വന്ന ആളാണ്. കാരണം ബാക്കിയുള്ളവർ വരുന്നതിന് മുമ്പ് ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി, അല്ലാതെ നിസ്കരിക്കാൻ വന്ന ആളാവൂല. ആ അവസ്ഥയിലേക്ക് നമ്മുടെ പള്ളികൾ മാറി. സഹോദരങ്ങളെ, ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലൊരു ഭാഗമാണത്. അള്ളാനെ ഭയന്നിട്ട്, ജനങ്ങളെ ഭയന്നിട്ടല്ല, അള്ളാടെ തൃപ്തിക്ക് വേണ്ടി എന്റെ പള്ളക്കുള്ളിലെ ഹറാമിന്റെ ഒരു അംശം പോകില്ലെന്ന് കരുതണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്ത് ഈ ഹറാമും സ്വർഗ്ഗവും തമ്മിലുള്ള ബന്ധമില്ല. നാളെ സ്വർഗ്ഗത്തിലൊരു പദവിയുണ്ട്. 3 കാര്യങ്ങൾ ചെയ്യുന്നവനല്ലാതെ ആ പദവി നാളെ സ്വർഗ്ഗത്തിൽ വേറെ ഒരു മനുഷ്യനും കിട്ടുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? അതിലൊന്നാമത്തെ കാര്യമേടാ, പക്കമിട്ട് പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുറിഞ്ഞുപോയ കുടുംബബന്ധത്തെ ചേർക്കുന്നവൻ. സ്വർഗത്തിലൊരു പദവിയുണ്ട്. 3 കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ആ പദവി കിട്ടൂ. വേറെ ഒരുത്തരും ആ പദവി കിട്ടൂല. അതിൽ ഒന്നാമത്തെ ആളാരാ? ഒന്നാമത്തെ ആള് പഠിക്കും മനുഷ്യന്മാരെ. ഒന്നാമത്തെ ആളാരാ? കുടുംബ ബന്ധത്തെ ചേർക്കുന്നവൻ. കുടുംബ ബന്ധത്തെ ചേർക്കുന്നവൻ. 2, അള്ളാഹു കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് നന്നായിട്ട് പെണ്ണുങ്ങളൊന്ന് നിയത്ത് വെക്കി. ഭൂരിഭാഗം ബന്ധങ്ങളും തകരണത് ഈ പെണ്ണ് കാരണമായിരിക്കും. ഇവിടത്തെ അല്ല, വേറെ. ഇവിടത്തെ പെണ്ണുങ്ങൾ നല്ല ആളുകളാണ്, സ്വർണ്ണമൊക്കെ തരാനുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിക്കവാറും ഇവിടെ ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയണ വെറുതെ അല്ല, പറയണ മനസ്സിലാവുന്നുണ്ട്. മിക്കവാറും കുടുംബ ബന്ധങ്ങൾ തകരുന്നത് പെണ്ണുങ്ങളാണ്. എപ്പോ? കല്യാണത്തിന് ശേഷമാണ് മിക്ക കുടുംബ ബന്ധവും തകരുക. എന്നാര് പറഞ്ഞു? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു നിക്കാഹിന് ഖുത്ബ ഓതുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ഓതുന്ന ആയത്തേടാ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദാ വഖലഖ മിൻഹാ സൗജഹാ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام. നിക്കാഹ് നടക്കുകയാണ്. ഒരു പുതിയ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ നോതുകയാണ്, ഓ ജനങ്ങളെ, അള്ളാനെ ഭയക്കണേ. ഒരു നഫ്സിൽ നിന്ന്, ഒരു ശരീരത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച് അള്ളാനെ ഭയന്ന് ജീവിക്കണേ. കല്യാണം നടക്കുകയാണ്. റസൂൽ ഓതുകയാണ്, ഓ അള്ളാനെ സൂക്ഷിക്കണേ. പുതിയ പെണ്ണെ, പുതിയ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണേ. അതിന്റെ അർത്ഥം എന്താ? ഒരു പെണ്ണ് വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. ആ പരിതത്വത്തിന്റെ നാട്ടിലേക്ക് വരികയാണ്. ആ പെണ്ണ് വരുന്നതോടെ വീട്ടിൽ അസ്വസ്ഥതയുണ്ടാകും. ഉമ്മ പറയാൻ തുടങ്ങും, അവൻ പെണ്ണ് കെട്ടിയതോടെ എന്നോട് സ്നേഹമില്ല. ഉമ്മയോട് സ്നേഹം കാണിക്കുമ്പോ പെണ്ണ് പറയും, ഉമ്മ മാത്രം മതി, എന്നെ വേണ്ട. അള്ളാന്റെ റസൂൽ നിക്കാഹ് നടക്കുന്ന വേളയിൽ റസൂലുള്ള ഓതുന്ന ആയത്തേടാ, അള്ളാനെ ഭയക്കണേ, വല്ലറഹാമ കുടുംബ ബന്ധത്തെയും സൂക്ഷിച്ചുകൊള്ളണേ. നിക്കാഹ് കഴിഞ്ഞു. രക്തസാക്ഷി ദിനാചരണം തുടങ്ങി. ഉമ്മ പറയും, കെട്ടുന്നതിന് മുമ്പ് എത്ര നല്ല മോന, ഇപ്പൊ അവൻ എന്നോടൊരു സ്നേഹമില്ല.
എന്റെ പൊന്നുമ്മ ചക്കരെ നിന്നോടല്ലേ എനിക്ക് സ്നേഹമുള്ള ഉമ്മ എന്ന് പറഞ്ഞ കാലിൽ പോയി പിടിച്ച ഭാര്യ അപ്പുറത്തോട്ട് പണി മുടക്കും. ഓ അയാൾക്ക് ഇപ്പോഴും ഉമ്മാടെ കൂടെ ഇരുന്നാലേ പറ്റും. പൊന്നു സഹോദരങ്ങളെ, പെണ്ണ് കെട്ടിയൊരു ഭർത്താവിന്റെ അവസ്ഥ, ഉമ്മാടെയും ഭാര്യയുടെ ഇടയിൽ ജീവിക്കണ ഒരു ഭർത്താവിന്റെ അവസ്ഥ. ഈ മുറുക്കാങ്കട നാരങ്ങ ഞെക്കണ ഒരു സാധനമില്ലേ, അതിൻ്റെ ഇടയിൽ ഞെക്കണ നാരങ്ങ മാതിരി ഒരു ഞെങ്ങടെ രണ്ട് സൈഡിൽ കൂടെ ഒരു ഞെക്കൽ അങ്ങോട്ട് വന്ന് ഈ നാരങ്ങ പിടിയുടെ സാധനം കണ്ടിട്ടില്ലേ, അതിൻ്റെ ഇടയിലിരിക്കണ നാരങ്ങ മാതിരിയാ. ഉള്ള നീര് മുഴുവനും താടോട്ടിട്ട് അവസാനം പിന്നെ തൊണ്ട് മാത്രമായിട്ട് മാറും. ഉമ്മ ഇവിടെ നിന്നൊരു ഞെരുക്ക് അങ്ങോട്ട്, ഭാര്യ ഇവിടെ നിന്നൊരു ഞെരുക്ക്, ഭാര്യ അവിടെ നിന്നൊരു ഞെരുക്ക്. പ്രിയപ്പെട്ട ഉമ്മ എന്നുള്ള കാസറ്റ് മേടിച്ച് കേൾക്കി. ഉമ്മമാരൊക്കെ വലിയ അർശിൻ്റെ മുകളിലാണിപ്പോൾ. പക്ഷെ വേറെ ഉമ്മ ഒരു കാര്യം കൂടെ ചിന്തിക്കണം, സ്വന്തം മക്കളോട് ഉമ്മാക്കൊരു കടമയുണ്ട്. ആ കടമ പൂർത്തീകരിക്കാതെ ഉമ്മ സ്വർഗത്തിൽ പോകില്ലെന്ന് ഖുർആൻ. മാതാപിതാക്കൾ മക്കളോടുള്ള കടമകൾ പൂർത്തീകരിച്ചാലേ മക്കൾക്ക് മാതാപിതാക്കളോട് ദുആ ചെയ്യേണ്ട ബാധ്യത പോലും ഉള്ളൂ ഖുർആൻ. അല്ലേ അല്ലേ? واغفر لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നീ നിന്റെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണേ, അവരെന്നോട് കരുണ ചെയ്തത് പോലെ എന്നല്ല, കമാ റബ്ബയാനി, അവരെന്നെ വളർത്തിയതുപോലെ. അപ്പൊ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ, നന്നായിട്ട് എന്നോട് കരുണ ചെയ്തതുപോലെ എന്ന് ദുആ ചെയ്യലല്ലേ ഖുർആന്റെ ശൈലി. പക്ഷെ എന്നെ വളർത്തിയതുപോലെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ മക്കളെ, മാതാപിതാക്കളുടെ മക്കൾ ദുആ ചെയ്തില്ല. ഖുർആൻ കണ്ട വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം കിട്ടുക കുടുംബബന്ധം ചേർക്കുന്നവന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ കല്യാണം കഴിയുന്നതോടുകൂടി ബന്ധങ്ങൾ മാറും. പക്ഷെ എന്നാലും എന്തുണ്ടാവണം? ഭാര്യയും സ്വർഗമാണ്, ഉമ്മയും. ചില ആളുകൾ വിചാരിച്ചതറിയോ, ഉമ്മ മാത്രം സ്വർഗം, ഭാര്യ സ്വർഗമല്ല. പൊന്നു സഹോദരങ്ങളെ, ആ തെറ്റിദ്ധാരണ മാറ്റണം. ഭാര്യ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, വേറെ ഏത് മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നിങ്ങളെക്കുറിച്ച്? നാളെ വരുമ്പോൾ സ്വർണം കൊണ്ടുവരും. ബഹുമാനപ്പെട്ട ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ വഅദ് കേൾക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ഇബാദത്ത് മാത്രമല്ല, നിസ്കാരം മാത്രമല്ല, പൊന്നുമോനെ നിന്റെ വീടിന്റെ ചുവര് പോലും നിന്റെ സ്വർഗ്ഗത്തിന്റെ വാതിലാ. അല്ലാഹുവിന്റെ റസൂൽ വഅദ് പറയുകയാണ്, ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ വായിലേക്ക് ഒരു കവിള് വെള്ളം കോരി വായിലേക്ക് വെച്ചു കൊടുത്താൽ നാളെ സ്വർഗത്തിൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഈ വാഗ് തീരേണ്ട താമസം ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്നിറങ്ങി മസ്ജിദുൻ നബവിയിൽ നിന്ന് ഓടിപ്പോയി. സ്വന്തം വീട്ടിൽ പോയി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് പറഞ്ഞു, ജോലി എവിടെ കിടക്കട്ടെ വാ. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഭാര്യയുടെ കൈ പിടിച്ചിട്ട് വീടിന്റെ മുറ്റത്തുള്ള കിണറിന്റെ മുമ്പിൽ കൊണ്ടുപോയി സ്വന്തം കൈ കൊണ്ട് തൊട്ടി താഴേക്ക് ഇറക്കി വെള്ളം കോരിയിട്ട് ഭാര്യയോട് പറഞ്ഞു, വാ പൊളിച്ചു. മദീനത്തിന്റെ കരയാണിത്. മദീന കാണാത്ത കണ്ടാണുള്ളത്. പള്ളിയിൽ വന്ന് കേൾക്കാൻ പോയ ഭർത്താവ് ഓടി പിടിച്ചു വന്ന് അടുക്കളയിൽ ഇരിക്കുന്ന ഭാര്യ വിളിച്ചു കൊണ്ടുപോയി അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി. വാ പൊളിക്ക് ഭാര്യ വാ പൊളിച്ചു. അവളുടെ വായിലെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ഇർബാദ് ബിൻ സാരിയ പറഞ്ഞു, പത്രേ അല്ലാഹു നമുക്ക് രണ്ടുപേർക്കും സ്വർഗത്തിലെ പ്രതിഫലം നൽകട്ടെ. ഭാര്യ ചോദിച്ചു, മനുഷ്യ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വഅദ് കേൾക്കാൻ പോയടല്ലേ? വഅദ് തീരുന്നതിന് മുമ്പ് ഓടിയിറങ്ങി വന്നിട്ട് അടുക്കളയിൽ ഇരിക്കുന്ന ജോലി ചെയ്യാൻ സമ്മതിക്കാട് ഈ കിണറ്റിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വെള്ളം കോരിത്തരുന്നത് എന്താ? ആ സമയത്താണ് ഇർബാദ് ബിൻ സാരിയ പറഞ്ഞത്, എന്തിനാ ചെയ്യുന്നതെന്നറിയോ? എന്തിനാ ഇത് ചെയ്യുന്നതെന്നറിയോ? തസ്ദീഖൻ ബിഖൗലി റസൂലില്ലാഹ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്ക് അതേപടി ചെയ്യാനാണ്. നാളെ സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടാനാണെന്ന് ബഹുമാനപ്പെട്ട ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു. സ്വർഗമെവിടെയാ? വദു ഇയാലിൻ വദു റഹമിൻ റസൂൽ.
നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധത്തെ ചേർക്കുന്നവൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയല്ല, ഇന്ന് തിരിച്ചു പോയിട്ട് ബന്ധം ചേർക്കണം. നാളെ സ്വർഗത്തിൽ നിന്റെ പദവിയിലെത്താൻ ലോകത്ത് വേറൊരു മനുഷ്യന് കഴിയുകയില്ല. എന്തേ ചിന്തിക്കാത്തതെന്താ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ഇറങ്ങി ഓടിപ്പോയിട്ട് വെള്ളം കോരി കൊടുക്കണ്ട. നബിയങ്ങൾ പറഞ്ഞ ഒരു ഉസ്താദ് പറഞ്ഞെങ്കിൽ എന്നാൽ ഇപ്പൊ ഇറങ്ങിപ്പോയിട്ട് വെള്ളം കോരാൻ പോകണ്ട. കാരണം ഒന്ന് പോയാൽ തന്നെ അവർ വെള്ളം കോരി കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, അവരിവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ പോയിട്ട് ഇപ്പൊ വാ വിളിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ആളുകൾ പറയല്ലോ പറയും. ഇനി വേറൊരു കാര്യം, വാത് കേട്ടിട്ട് പോയ ഒരു ഭർത്താവ് വീട്ടിൽ പോയിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, വാ അഹമ്മദ് കബീർ ബാക്കബി പറഞ്ഞു, നിന്റെ വായിൽ ഒരു തുള്ളി ഗ്ലാസ് വെള്ളം തന്ന അതിന് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്ന്. വാ തുറക്ക്. വാ തുറന്നു. പയ്യ അങ്ങോട്ട് ഒഴിച്ചു വെച്ച് കൊടുത്തു. അപ്പൊ അവന്റെ ഉമ്മ അവിടെ നാണം കെട്ടവൻ, നട്ടല്ലില്ലാത്തവൻ, പെണ്ണുമ്പോഴാണ് അണ്ണാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇതെന്തിനാ ഇത്? സ്വർഗത്തിനാ? എന്റെ പൊന്ന്, ഇതൊക്കെ തന്നെ നമ്മുടെ ഉമ്മ എന്ത് പറയും? അമ്മായി നാണം കെട്ടവൻ, നട്ടലില്ലാത്തവൻ, അവൻ കാണിക്കണം ഭാര്യയുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ദീൻ ഇന്ന് വരെ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ദീൻ എന്താന്ന് മനസ്സിലാവാത്തത് കൊണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളെ വേറൊരാൾ വട്ടന്ന് ഭ്രാന്തെന്ന് വിളിക്കുമ്പോഴേ നമ്മൾ മുഅ്മിനാവും അല്ലേ? വേറൊരാൾ നമ്മളെ വിളിച്ചിട്ട് എന്ത് പറയണം? പൊന്നു ചെറുപ്പക്കാരെ നിങ്ങൾ കേട്ടോളി, നിങ്ങളെ നോക്കിയിട്ട് കൂട്ടുകാർ വന്ന് ഇവന് ഭ്രാന്താന്ന് പറയണം. എന്തിന്? 50 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിട്ട് അവൻ അഹമ്മദ് കബീർ ബാക്കബിയുടെ വഅദ് കേൾക്കാൻ പോകുന്നു. ഇവന് ഭ്രാന്തെന്ന് നിന്റെ കൂട്ടുകാരൻ നിന്നെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ മുഅ്മിനാണെന്ന് അതിന്റെ അർത്ഥം. മുഅ്മിനാണെന്നാണ് അതിന്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ ആ ഒരവസ്ഥയിൽ എത്തിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഈ ആയത്തിറങ്ങിയത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ വഅദ് കേൾക്കാൻ ദാറുൽ അർഖമിൽ പോയപ്പോ വഴിയിലിരിക്കുന്ന മക്കാ ഖുറൈശികളെ കണ്ണും കാലും കാണിച്ചിട്ട് പുച്ഛിച്ചു ഭ്രാന്തൻ. ആ സമയത്താണ് ആയത്തിറങ്ങിയത്. ഭ്രാന്ത് അവർക്കാണ് അലിയേ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം ചെയ്യുമ്പോ വേറൊരാള് നമ്മുടെ ഭ്രാന്തൻ എന്ന് വിളിച്ചാലും ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക. 2 ഇതാണ് നമ്മുടെ വിഷയം. ഇവിടെ നോക്കുക. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിലെ പ്രതിഫലം കിട്ടുന്ന കാര്യം. കുടുംബം മുഴുവൻ പട്ടിണിയിലാണ്, ഭാര്യ പട്ടിണിയിലാണ്, സ്വന്തം മക്കള് പട്ടിണിയിലാണ്. എന്നാലും ആ മക്കള് പട്ടിണി കിടക്കേണ്ടത് കണ്ടാലും ഇതേവരെ ഒരു ഹറാമിന്റെ ഒരു തുള്ളി സ്വന്തം ഭാര്യയും മക്കളെയും കഴിപ്പിക്കാത്തവൻ, അവന് നാളെ സ്വർഗത്തിലെ പ്രതിഫലം. ലോകത്തൊരു മനുഷ്യനും ഓട്ടോറിക്ഷ ഓടിക്കുകയാ, ചുമട്ടുതൊഴിലാളിയാ, മത്സ്യക്കച്ചവടം നടത്തുകയാ, ഇതേവരെ ജീവിതത്തിൽ പട്ടിണി മാറിയിട്ടില്ല. മക്കളുടെ പട്ടിണിയുടെ കരച്ചിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേവരെ ഒരു ഹറാമിന്റെ തുള്ളി ഇന്നേ വരെ എന്റെ മക്കളെ ഘടിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ പിതാവ് നാളെ സ്വർഗത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. പൊന്നു സഹോദരങ്ങളെ, ഹറാമിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. സ്വന്തം മക്കളെ, ഭാര്യയെ, മാതാപിതാക്കളെ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ കഷ്ടപ്പെടേണ്ടി വന്നാലും പൊന്നുമക്കള് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കരയേണ്ടി വന്നിട്ടും തലച്ചുമടിൽ കരിങ്കല്ല് ചുമന്നിട്ടും ഒരു ഹറാമ് തീട്ടിക്കാട് നമ്മളെ വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹുവേ നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം ലോകത്ത് വേറെ ആർക്കും കിട്ടില്ലല്ലോ അല്ലാഹ്. ലക്ഷം മറക്കല്ലേ പെങ്ങളെ. ചാനല് പോയി തുണി ഉടിഞ്ഞാറിയിട്ടല്ല വീടുണ്ടാക്കേണ്ടത്, ആ ഫ്ലാറ്റിൽ കിടന്നല്ല ജീവിക്കേണ്ടത്. സ്വന്തം കഷ്ടപ്പെട്ടിട്ട് സ്വന്തം മക്കൾക്ക് ഹറാമ് തിന്നാടെ വളർത്തിക്കൊണ്ടു പോകണം. അള്ളാഹു അങ്ങനെ തരട്ടെ, അള്ളാഹു അങ്ങനെ നൽകട്ടെ.
സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രമെടുത്തിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ചായക്കടയിൽ പോയിട്ട് മേശ തുടച്ച ബാല്യകാലം എനിക്കുണ്ടായിട്ടുണ്ട്. അന്നും എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി എന്നല്ലാതെ ഒരു തുള്ളി ഹറാമിന്റെ ഒരു തുള്ളി കൊണ്ടുവന്ന് മക്കൾക്ക് തന്നിട്ട് മക്കളെ ഇത് കഴിച്ചെന്ന് പറഞ്ഞ് കഴിപ്പിച്ചിട്ടില്ല. അങ്ങനെ വളർത്തുന്ന മാതാപിതാക്കൾക്കാണ് എന്തിനാ ഈ ചാനലിന്റെ സമ്മാനം, എന്തിനാ ഈ ഹറാമിന്റെ സമ്മാനം, എന്തിനാ ലോട്ടറി അടിച്ച പണം കൊണ്ട് മക്കളെ വളർത്തുന്നത്, എന്തിനാ ഹറാമ് കിട്ട പൈസ കൊണ്ട് മക്കളെ വളർത്തുന്നത്, എന്തിനാ? നാളെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലൊരു മനുഷ്യനൊരു പ്രതിഫലം കിട്ടും. ആ ഉമ്മ പഠിപ്പിച്ചു തന്ന പാഠം ഇന്നേ വരെ എൻ്റെ മക്കളോട് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സമയത്ത് മരിച്ചാൽ എനിക്ക് പറയാൻ കഴിയും, അല്ലാഹുവേ, എൻ്റെ പൊന്നുമക്കളുടെ, എൻ്റെ ഭാര്യയുടെ, അങ്ങനെ വളർത്തിയ എൻ്റെ സംരക്ഷണ കഴിയുന്ന എൻ്റെ ഉമ്മയുടെ പള്ളക്കുള്ളിലൊരു ഹറാമിന്റെ സമ്പാദ്യം ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല അല്ലാ എന്ന് പറയാൻ കഴിയണം, എന്ന് പറയാൻ കഴിയണം. ഇവിടെയാണ് മനുഷ്യൻ ലക്ഷ്യം മറന്നുപോയത്. ഇവിടെയാണ് ലക്ഷ്യം മറന്നുപോയത്. ആര് വാരി തിരഞ്ഞെടും? അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്തമ സമുദായമല്ലേ ചാനലിന് മുമ്പിൽ പോയി ഭാര്യയും ഭർത്താവും അരക്കി പോട്ട് വസ്ത്രമില്ലാതെ ആടിച്ചു നിർത്തു. കിട്ടിയ സമ്മാനമായി ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങി. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഫ്ലാറ്റ് വേണ്ടേ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഫ്ലാറ്റ് വേണ്ടേ? അതുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂട്ടിയ ഓരോരുത്തരോടും എന്റെ നഫ്സിനോടും സ്വർഗത്തിലെ ഈ പദവിയിലെത്തണം, ജീവിക്കണം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഒരു തുള്ളി ഹറാം നമ്മുടെ പള്ളയിലോ നമ്മുടെ ചെലവിൽ കഴിയുന്നവരുടെ പള്ളയിലെത്തുകയേ ചെയ്യരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീരുമാനമെടുക്കി സഹോദരങ്ങളെ, തീരുമാനമെടുക്കി. ഇൻഷാ അല്ലാഹ് ഉറക്കെ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ തീരുമാനിച്ചൊന്ന് കൈപൊക്കി. ഇൻഷാ അല്ലാഹ് ഹലാലായ അധ്വാനത്തിൽ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. താത്തി വെക്കീൻ. ഇത് ഖിലാസോടെയുള്ളത്. ആരെ പറ്റിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, മരുമോള് പ്രസവിച്ചു, പാലില്ല, ഒരു പശുവിനെ മേടിക്കാൻ പറഞ്ഞു. അയാൾ പശുവിനെ മേടിക്കാൻ പോയി. 5 നേരം നിസ്കാരമുള്ളൊരു മനുഷ്യൻ പശുവിനെ മേടിക്കാൻ പോയി. എത്രയാ പാല്? 16 ലിറ്റർ പാല് കിട്ടും. എത്രയാ വില? 15,000 വില. പക്ഷെ നീ ആയതുകൊണ്ടൊരു 12,000 തന്നേക്കാം. ആ പശുവിന് യഥാർത്ഥത്തിൽ 6,000 രൂപ വിലയുണ്ട്. വില പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. പശുവിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ഇല്ല. കാരണം എന്താ? ഇതാ നൂദി അലി സലാത്തിമി യൗമിൽ ജുമാ ഫസ്ഔലാദിക്കല്ലാഹി വദൽ ബൈന ഖുർആൻ പറഞ്ഞു. ബാങ്ക് വിളിച്ചാൽ പിന്നെ കച്ചവടമില്ല, നിസ്കരിച്ചിട്ട് വരാം. രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. വന്നിട്ട് പറഞ്ഞു, 15,000 കൊണ്ട് ഇതിന് മതിപ്പ് വില, 16 ലിറ്റർ പാല് കിട്ടും, 12,000 നിനക്ക് തന്നേക്കാം. ഈ വന്ന പാവപ്പെട്ടവൻ വിചാരിച്ചു, ബാങ്ക് വിളിച്ചപ്പോൾ നിർത്തിയിട്ട് കച്ചവടം നിർത്തിയിട്ട് പള്ളിയിൽ പോയവനല്ലേ, അവൻ കള്ളം പറയൂലല്ലോ എന്ന് വിചാരിച്ചു. ഇയാൾ പശുവിനെ മേടിച്ചുകൊണ്ട് പോയി. വീട്ടിൽ പോയി കറന്നിട്ട് ഇന്നേ ഒരു 5 ലിറ്ററിൽ കൂടുതൽ കൂട്ടി ഇട്ടിട്ടുമില്ല. അതിനാകെ 5,000 രൂപ വിലയുള്ളൂ. സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ നിസ്കാരം കണ്ടിട്ടാണ് ഇയാൾ എന്ത് ചെയ്തത്? ഈ ഒരു വക്കത്ത് നിസ്കാരം കൊണ്ട് ഈ മനുഷ്യന് കിട്ടിയ ലാഭം എത്രയാണ്? 7,000 രൂപ. 6,000 രൂപയുടെ പശുവിനെ 12,000 വിട്ടു. ഈ ഒരു വക്കത്ത് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം കൊണ്ട് ഇയാൾക്ക് കിട്ടിയത് എത്രയാ? 7,000 രൂപ. ഒക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് പ്രശ്നവുമില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും പറയാണ്, തൊപ്പിയും താടിയും വെച്ചിട്ട് കച്ചവടം ചെയ്യരുത്. തൊപ്പിയും താടിയും വെച്ചിട്ട് കച്ചവടം ചെയ്യരുത്. എന്തിനാണെന്നറിയാവോ? തൊപ്പിയും താടിയും വെച്ചിട്ട് കച്ചവടം ചെയ്യണം. എന്താ അറിയോ? തൊപ്പിയും താടിയും കച്ചവടത്തിന്റെ ഉപയോഗമാക്കരുത്. കടയിൽ പോയി സാധനം മേടിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ആള് നല്ല താടിയുണ്ട്, നിസ്കാരത്തടമ്പുണ്ട്, തൊപ്പിയുണ്ട്, അവൻ പറ്റിക്കില്ല എന്ന് കരുതി കടയിൽ കയറി ബാക്കിയുള്ളവനേക്കാൾ ഇവ പറ്റിച്ചു മേടിച്ചു. ഈ പാവപ്പെട്ട വിശ്വസിച്ചെന്തിനാണ്? ഇയാൾക്ക് തൊപ്പിയുണ്ട്, താടിയുണ്ട്, അടയാളമുണ്ട്, ഷിആർ വെച്ചിട്ട് മനുഷ്യനെ പറ്റിക്കരുത്. എന്താ കിട്ടിയത്? 50 രൂപ ലാഭം കിട്ടി. നിനക്ക് നഷ്ടപ്പെട്ടത് എന്താ? അള്ളാഹുടെ സ്വർഗമാണ്. നിനക്ക് നഷ്ടപ്പെട്ടതെന്താ? അള്ളാഹുടെ സ്വർഗമാണ്.